ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നമുക്കിന്ന് കുക്കറിലൊരു ബീഫ് ബിരിയാണി തയ്യാറാക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള ഞാനിവിടെ നെയ്യിൽ വറുത്ത് കോരിയിട്ടുണ്ട്. ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് ചൂടാവാനായിട്ട് വയ്ക്കാം. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ സവാള കുറച്ചെടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ കുക്കറിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. ബാക്കി സവാള ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തന്നെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് തക്കാളിയും ചേർത്ത് കുറച്ച് അല്പം മല്ലിയില കട്ട് ചെയ്തേക്കുന്നതിൻ്റെ പകുതി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കഴുകി വെച്ചേക്കുന്ന ബീഫ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ബീഫൊക്കെ ഒന്ന് ചേർത്ത് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും ബീഫും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കുക്കറൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 80% വെന്താൽ മതിയാവും ബീഫ്. ഇപ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന് നമുക്കിനി ചോറിനുള്ള അരി കഴുകിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അരി കഴുകി അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ വെള്ളം നമുക്ക് ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുക്കറിൽ ബീഫും നന്നായിട്ട് തന്നെ ഒരു 80% നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഫുള്ള് വെന്ത് പോകരുത്, ഒരു 80% വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് ബീഫും നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന സവാള അല്പം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയും അല്പം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങാ നീര്, ഒരു 3-4 തുള്ളി നാരങ്ങാ നീരും ഒരു 1/2 കപ്പ് തൈരൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അരി എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ അളവിനനുസരിച്ച് വേണം ഒഴിക്കാൻ. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. സെൻറ്ററിൽ ഒഴിക്കാണ്ട് ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു വിസിൽ കേൾക്കുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബിരിയാണി വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചോറൊക്കെ നല്ല രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അല്പം ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചേക്കുന്ന സവാളയും മല്ലിയിലയും ചേർത്ത് അല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മേൽഭാഗം മാത്രം ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മല്ലിയിലയും ചേർത്ത് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മേൽഭാഗം മാത്രം മൊത്തത്തിൽ ഇളക്കി യോജിപ്പിക്കാണ്ട് മേൽഭാഗത്തുനിന്ന് അല്പം ചോറ് മാത്രം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുക്കർ അടച്ചു വെച്ച് കൊടുക്കുകയാണ്.
ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന ശേഷം ചോറൊക്കെ ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും